റിപ്പോർട്ട് ബ്രേക്കിംഗ്. മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ NCPയിൽ നീക്കം. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ഉപാധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കണമെന്ന പ്രമേയം കൊണ്ടുവരും. ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നീക്കം. ഇടതുമുന്നണിയിലെ ചെറുകക്ഷികളെ ചേർത്ത് പ്രാദേശിക പാർട്ടി രൂപീകരിക്കാനും NCPയിൽ നീക്കമുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, വീണ്ടും ഇപ്പോൾ ശശീന്ദ്രനെതിരെ നീക്കം വരുന്നു എന്നുള്ള വാർത്തയാണ്. എന്താണ് പുതിയ നീക്കം? ആരൊക്കെയാണ് അതിൽ മുൻകൈയെടുക്കുന്നത്? സ്മൃതി, ഇന്നിപ്പോൾ NCPയുടെ ഒരു നേതൃയോഗം കോഴിക്കോട് അളകാപുരിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ 2 പ്രമേയങ്ങൾ NCP നേതാക്കന്മാർ NCP കോഴിക്കോട് ജില്ലാ നേതൃത്വം അവതരിപ്പിക്കുന്നുണ്ട്. ആ 2 പ്രമേയങ്ങൾ എന്ന് പറയുന്നത് രണ്ടും എ കെ ശശീന്ദ്രനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഒന്ന്, NCPയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 വട്ടം മത്സരിച്ചവർ മാറി നിൽക്കണം എന്നുള്ളതാണ്. ഈ 3 വട്ടം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പ്രമേയം ഒരിക്കലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ളതല്ല. ഈ പ്രമേയം പാസ്സാവുകയും ഇത് നടപ്പാവുകയും ചെയ്താൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എ കെ ശശീന്ദ്രനും ബാധകമാവും. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ വളരെ സുഖകരമായി CPMന് സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ട് എ കെ ശശീന്ദ്രൻ ജയിച്ചു കയറുകയാണ്. ആ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനുള്ള താല്പര്യം എ കെ ശശീന്ദ്രൻ പ്രകടിപ്പിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ 3 വട്ടം എന്നുള്ള ഉപാധി നിർബന്ധമാക്കണമെന്നൊരു ആവശ്യമായി പാർട്ടി ഘടകങ്ങൾ വന്നു തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 3 വട്ടം നിർബന്ധമാക്കണം എന്നൊരു ഉപാധി വെച്ചുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുന്നത്. രണ്ടാമത്തെ പ്രമേയവും ശശീന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഈ വ്യക്തി അധിഷ്ഠിത പാർട്ടി സമ്പ്രദായം മാറ്റി കേരളത്തിലെ ചെറു കക്ഷികൾ ചേർന്ന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന 9ഓളം ചെറു കക്ഷികളുണ്ട്. അതിൽ RJDയും JDSും കേരള കോൺഗ്രസ് ബിയും ഉൾപ്പെടെ 9 കക്ഷികൾ, കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടി ഉൾപ്പെടെ ഉണ്ട്. ഈ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു കേരള പാർട്ടി പ്രാദേശികമായി രൂപീകരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത്. അതും വ്യക്തി അധിഷ്ഠിത പാർട്ടി സമ്പ്രദായം മാറണം എന്നതാണ് ആ പ്രമേയത്തിൻ്റെ ഘടകം. അതും എ കെ ശശീന്ദ്രനെതിരാണ്. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് പ്രമേയത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പ്രമേയങ്ങൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. ഈ പാസ്സാക്കിയ 2 പ്രമേയങ്ങളും എ കെ ശശീന്ദ്രനെതിരാണ്. ഇത് മറ്റ് ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ മറ്റ് നേതൃയോഗങ്ങളിലൊക്കെ ചർച്ചയാവാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രമേയത്തെ എല്ലാവരും പിന്തുണയ്ക്കായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത്? ഇപ്പോൾ ഇക്കാര്യത്തിൽ ശശീന്ദ്രന്റെ പ്രതികരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എ കെ ശശീന്ദ്രനെതിരെ പലതരത്തിൽ പാർട്ടിയിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴും മുന്നണിയിൽ അല്ലെങ്കിൽ CPMൽ നിന്നും ഒരു രക്ഷാകവചം അദ്ദേഹത്തിന് വന്നെത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. മുന്നണിയുടെ രക്ഷാകവചം അടുത്ത തവണ ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അടുത്ത തവണ എലത്തൂർ നിയോജക മണ്ഡലം CPM ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കെ ശശീന്ദ്രന് അങ്ങനെ ഈസി വോക്ക് ഓവറുള്ളൊരു മണ്ഡലം കിട്ടാൻ സാധ്യതയില്ല. പകരം കുന്നമംഗലം പോലുള്ള മണ്ഡലമായിരിക്കും അവിടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെ പരിഗണിക്കുമെന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ എങ്കിൽ കൂടി പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു നീക്കം ശശീന്ദ്രൻ നടത്തിയാൽ അതിനെ തടയാനുള്ള ഒരു പ്രമേയമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. നേരത്തെയൊക്കെ എ കെ ശശീന്ദ്രന് കൂടി സ്വാധീനമുള്ള കമ്മിറ്റിയായിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഇത്തവണ എ കെ ശശീന്ദ്രന് പൂർണ്ണമായും സ്വാധീനം ജില്ലാ കമ്മിറ്റിയിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പ്രമേയം പാസ്സായതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് 2 പ്രമേയങ്ങളും ഈ കമ്മിറ്റി ഈ നേതൃയോഗത്തിൽ പാസ്സായിട്ടുണ്ട്. മാത്രവുമല്ല ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് എ കെ ശശീന്ദ്രനായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് രാവിലെ എത്തിയിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു അസൗകര്യമായി കണക്കിലെടുത്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ മറ്റെന്തെങ്കിലും നീരസം ഈ പ്രമേയം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിവരം അറിഞ്ഞ ശേഷം വരാതിരുന്നതാണ് എന്നുള്ള സംശയം പോലും പാർട്ടി നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഈ 2 പ്രമേയങ്ങൾ ഇന്ന് കോഴിക്കോട് നേതൃയോഗം അവതരിപ്പിച്ച 2 പ്രമേയങ്ങളും എ കെ ശശീന്ദ്രനെതിരാണ്. ഒന്ന്, 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്നുള്ള ഉപാധി. മറ്റൊന്ന്, വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടികൾ മാറി അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു പ്രാദേശിക പാർട്ടി വരണം, അതിൽ ചെറു കക്ഷികൾ ലയിക്കണം എന്നുള്ളതാണ്. നമ്മൾ കോഴിക്കോട് ജില്ലാ ഘടകവുമായി ബന്ധപ്പെടുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ നേതാക്കന്മാർ ഇത്തരത്തിൽ മറ്റ് കക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം CPMൻ്റെയും ഒരു നിലപാട് നേരത്തെ അതായിരുന്നു LDFലെ ചെറുകക്ഷികൾ ചേർന്ന് ഒരു വലിയ പാർട്ടി ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ അതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ JDSും RJDയും പോലും ലയനം നടക്കാത്ത സാഹചര്യമുണ്ട്. ഏതായാലും നടക്കാത്ത സ്വപ്നമാണെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് പ്രമേയം പാസ്സാക്കുന്നത് തീർച്ചയായും അത് എ കെ ശശീന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ NCPയിൽ പടയൊരുക്കം എന്നുള്ളതാണ്. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ഉപാധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കണമെന്ന പ്രമേയം ആയി കൊണ്ടുവന്നിരിക്കുന്നത്. ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രമേയം വന്നിരിക്കുന്നത്. ഇടതു മുന്നണിയിലെ ചെറു കക്ഷികളെ ചേർത്ത് പ്രാദേശിക പാർട്ടി രൂപീകരിക്കാനും NCPയിൽ നീക്കമുണ്ടെന്ന് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു.